ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു shrenasworld. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഹോം റെമഡി ആയിട്ടാണ്. വിട്ടുമാറാത്ത തുമ്മലും ജലദോഷവും ഉള്ളവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് 100% റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. ചെറുപ്പകാലം മുതലേ എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്, തുമ്മലും ജലദോഷവും ഉണ്ടാകും. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ടാബ്ലറ്റ് കഴിക്കാതെ ഈ തുമ്മൽ മാറില്ല. ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ തുമ്മലൊക്കെ മാറും, പക്ഷേ അതിൻ്റെ ക്ഷീണം, ഉറക്കം അതൊന്നും വേണ്ട. ഇനി നമുക്ക് ചെറിയുള്ളി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ തുമ്മൽ മാറ്റാവുന്നതാണ്. ചെറിയുള്ളി നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ നീരെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നല്ലൊരു കോട്ടൻ്റെ തുണിയായാലും മതിയാകും. അപ്പോൾ ഒരു നേരത്തേക്ക് ഒരു ചെറിയുള്ളിയുടെ ആവശ്യമേ ഉള്ളൂ. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും ചെറിയുള്ളി എടുത്തത്. അതേപോലെ ഇത് ഒരുപാട് നീരെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കാനും പാടില്ല. കുറച്ച് മാത്രം നീരെടുക്കുക, അത് അപ്പോൾ തന്നെ ഉപയോഗിക്കുക. ബാക്കി വരുന്നത് കറിയിൽ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കളയുകയോ ചെയ്യാം. വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പാടില്ല. ഇതിൽ നിന്നും ഓരോ തുള്ളി നീര് നമ്മുടെ മൂക്കിലേക്ക് ഒന്നങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതൊഴിക്കുന്ന സമയത്ത് ചെറിയൊരു നീറ്റൽ അനുഭവപ്പെടും, അത് സാരമില്ല. ഇതിൽ നിന്നും വെറും 2 തുള്ളി ചെറിയുള്ളിയുടെ നീര് മതി നമ്മുടെ തുമ്മൽ മാറാനായിട്ട്. തുമ്മൽ മാത്രമല്ല, മൂക്കടപ്പും മാറിക്കിട്ടും. അപ്പോൾ ഇനി ഡസ്റ്റ് അലർജി, തുമ്മലൊക്കെ ഉള്ളവരാരും ടാബ്ലറ്റ് കഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയുള്ളി വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മാറിക്കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, 100% റിസൾട്ട് കിട്ടും. ആസ്മയുള്ളവർക്ക് പോലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ യൂസ്ഫുൾ ആണ് ഈ വീഡിയോ എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേപോലെ ഇതേവരെ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്